കൊല്ലം എറണാകുളം സ്പെഷ്യൽ മെമു സർവീസ് പ്രവർത്തനം ആരംഭിച്ചു. ആഴ്ചയിൽ 5 ദിവസമാണ് ട്രെയിൻ സർവീസ് നടത്തുക. യാത്രാ ദുരിതം മീഡിയ വൺ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് റെയിൽവേയുടെ നടപടി. ലിജോ റോളൻസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊല്ലം എറണാകുളം റൂട്ടിലെ യാത്രാ ദുരിതം മീഡിയ വൺ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ അനുവദിച്ച പ്രത്യേക മെമു ട്രെയിനാണിത്. അപ്പോൾ ആദ്യത്തെ സർവീസിനുള്ള തയ്യാറെടുപ്പുകളിലാണ് നടക്കുന്നത്. രാവിലെ തന്നെ കാര്യം ഈ തിരക്ക് ഏറെ ഉള്ള ഒരു സമയത്താണ് ഇത് ഈ ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഇത് വലിയ രീതിയിലൊരു സൗകര്യമായിരിക്കും ഒരുക്കുക എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആദ്യത്തെ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഈ ഭയങ്കര തിരക്കുള്ള ഒരു സമയത്തിലാണ് ഇപ്പോൾ ഒരു ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത്. ഇത് ഗുണകരമായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി ഗുണകരമാണ്. കാരണം വേണാട് യാത്രയിൽ തിരക്കും പ്രശ്നങ്ങളും യാത്രക്കാർക്ക് ബോധം കെട്ടി വീണ അവസ്ഥ ഉണ്ടായപ്പോൾ അടിയന്തരമായി തന്നെ മാധ്യമ സുഹൃത്തുക്കളും മീഡിയ ഒന്നടക്കമുള്ള മാധ്യമങ്ങളും യാത്രക്കാരും ജനപ്രതിനിധികളും റെയിൽവേ എല്ലാം ഏറ്റെടുത്തു. അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെത്തി സന്തോഷമുണ്ട്. അപ്പം ഒരു യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ ടൂറിസം സംഘടനയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ എൻ്റെ എല്ലാ സന്തോഷവും പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കോട്ടയം ഭാഗത്തുള്ള യാത്രയോടൊപ്പം തന്നെ അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട മറ്റൊരു വിഷയമാണ് ആലപ്പുഴ ഭാഗത്തുള്ള യാത്രാ ക്ലേശം. കോട്ടയത്തേക്ക് രൂക്ഷമാണ് യാത്ര. ഇതിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ പാലരുവിക്കും അതോടൊപ്പം തന്നെ ഈ വേണാടിനും ഇടയ്ക്കുള്ള സമയമാണ്. അപ്പോൾ ആളുകൾക്ക് അത് കൂടുതലായിട്ട് അത് കൺവീനിയന്റ് ആണ്. പക്ഷേ വൈകുന്നേരത്തെ ഒരു സമയത്തിനൊരു ചെറിയ മാറ്റം വരണമെന്നാണ് യാത്രക്കാരുടെ സംഘടനയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്. വൈകുന്നേരം പരശുറാമിന് ശേഷം ഒരു വണ്ടി തിരുവനന്തപുരം ഭാഗത്തേക്ക് കൊല്ലം ഭാഗത്തേക്കില്ല. അപ്പോൾ ആ ഒരു മാറ്റം കൂടി വരണം എന്നുകൂടി പറയാം. അപ്പോൾ ആളുകളെല്ലാം പറയുന്നത് തന്നെയാണ് ആ ഒരു ഇടസമയത്ത്, അതായത് തിരികെ പോകാനുള്ള ഒരു സമയത്തിനൂടെ ഒരു കൃത്യമായൊരു ക്രമീകരണം ഒരുക്കുകയാണെങ്കിൽ അത് കൂടുതൽ സൗകര്യമാകുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് യാത്രക്കാരെല്ലാം പറയുന്നത്. ഈ ദീർഘദൂര സർവീസിനെയൊക്കെ പലപ്പോഴും ഈ തരത്തിൽ ഓഫീസ് സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് ഇത് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുന്നത് തന്നെയാണ് അവരെല്ലാം ഇപ്പോൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ആദ്യ സർവീസിൽ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ ആ ഒരു യാത്രയ്ക്ക് തയ്യാറെടുത്ത് വരികയും ചെയ്തിട്ടുണ്ട്. സ്ഥിരമായി ഈ ഒരു റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന ആളാണോ? ഈ ഒരു പുതിയ ട്രെയിൻ സൗകര്യമായിരിക്കും. അതെ, ഇതിനു മുന്നേ പാലരുവിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമുക്ക് ഒരുപാട് നേരത്തെ ഇറങ്ങേണ്ടി വരും. അപ്പം കോളേജ് ടൈമിനൊക്കെ ഇത് നമുക്ക് പോകാൻ എളുപ്പമായിരിക്കും, ഇതിനകത്ത് പോകുന്നതായിരിക്കും. അത്തരത്തിൽ ഒരു സൗകര്യം ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് യാത്രക്കാരെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. കൊല്ലത്ത് നിന്ന് രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ വൺ.